മറ്റൊരു നടിക്കും മലയാള സിനിമാ ലോകത്ത് നേടാൻ കഴിയാത്തത്ര ജനപ്രീതി സ്വന്തമാക്കിയ താരമാണ് മഞ്ജു വാര്യർ. നടി എന്നതിലുപരി മഞ്ജു വാര്യരോട് പ്രത്യേക മമത പ്രേക്ഷകർക്കുണ്ട്. ഒരു കാലത്ത് മഞ്ജു ചെയ്ത കഥാപാത്രങ്ങളുടെ സ്വാധീനമാണ് ഈ ജനപ്രീതിക്ക് കാരണം. കന്മദം, ദയ, ആറാം തമ്പുരാൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിൽ മഞ്ജു ചെയ്ത കഥാപാത്രം സ്ത്രീ പ്രേക്ഷകർ സ്വീകരിച്ചു. നടി സിനിമാ രംഗം വിട്ടപ്പോൾ ഏവരും നിരാശരായതും കണ്ടതാണ്. തിരിച്ചുവരവിൽ ഇരുകൈയും നീട്ടി മഞ്ജുവിനെ പ്രേക്ഷകർ സ്വീകരിച്ചു. തിരിച്ചുവരവ് നടത്തിയിട്ട് 10 വർഷത്തോടടുക്കവേ മഞ്ജുവിന് വന്ന മാറ്റങ്ങൾ ഏറെയാണ്. അടുത്ത കാലത്തായി വലിയ മേക്ക് ഓവർ മഞ്ജുവിന് വന്നിട്ടുണ്ടെന്ന് ഏവരും പറയുന്നുണ്ട്. 45 വയസ്സിൽ 25കാരിയുടെ പ്രസരിപ്പാണ് താരത്തിനുള്ളത്. ലുക്കിലും സ്റ്റൈലിലുമെല്ലാം അടിമുടി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. 2014 സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുമ്പോൾ കണ്ട മഞ്ജുവല്ല ഇന്നുള്ളത്. മഞ്ജുവിന് വന്ന മാറ്റം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. നടി കോസ്മെറ്റിക് സർജറികളും സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ടുണ്ടെന്നാണ് ഉയർന്നുവരുന്ന വാദം. എന്നാൽ ഈ വാദത്തെ എതിർക്കുന്നവരുമുണ്ട്. മുഖസൗന്ദര്യത്തിനപ്പുറം മനസ്സിൻ്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് മഞ്ജു വാര്യർ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ മാറ്റം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോസ്മെറ്റോളജിസ്റ്റ് പങ്കുവച്ച വീഡിയോയിലാണ് ഇതിന് കാരണമായത്. എൻ്റെ അഭിപ്രായത്തിൽ മഞ്ജു വാര്യർ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല. അതേസമയം നോൺ സർജിക്കലായ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ത്രെഡ്സ് ലിഫ്റ്റ് എന്നിവ യുവത്വം നിലനിർത്താൻ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ തന്നെ സംബന്ധിച്ച് മഞ്ജു വാര്യരുടെ സൗന്ദര്യം നാച്ചുറലാണെന്നാണ് കോസ്മെറ്റോളജിസ്റ്റ് പറയുന്നത്. മൂക്കിൻ്റെയും താടിയലിൻ്റെയും ചുണ്ടിൻ്റെയും ആകൃതിയിൽ വ്യത്യാസം വന്നിട്ടില്ലെന്നും കോസ്മെറ്റോളജിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത്. മഞ്ജു വാര്യർ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പലരും കമൻറ്റ് ചെയ്തു. അതേസമയം സ്കിൻ ലൈറ്റനിങ്ങും ബോട്ടോക്സ് കുത്തിവയ്പ്പും നടത്തി അത് ചെയ്തിരിക്കാം എന്ന അഭിപ്രായങ്ങളും വരുന്നുണ്ട്. യുവത്വത്തോടെ ഇരിക്കുന്നു എന്ന പ്രശംസകളിൽ തനിക്ക് സന്തോഷം തോന്നിയിട്ടില്ലെന്ന് മുമ്പൊരിക്കൽ മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം. മുഖത്ത് ചുളിവുകൾ വരുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് മഞ്ജു അന്ന് പറയുകയുണ്ടായി. എന്നാൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മഞ്ജു ശ്രദ്ധ നൽകുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇവൻറ്റുകളിലും മറ്റും വളരെ സ്റ്റൈലിഷായാണ് മഞ്ജു ഇപ്പോൾ എത്താറ്. മലയാളത്തിൽ ആയിഷ, വെള്ളരിപ്പട്ടണം എന്നിവയാണ് മഞ്ജുവിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ. ആയിഷ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും വെള്ളരിപ്പട്ടണം പരാജയപ്പെടുകയായിരുന്നു. തമിഴകത്ത് നടിക്ക് തിരക്കേറിക്കൊണ്ടിരിക്കുകയുമാണ്. രജനീകാന്തിൻ്റെ പുതിയ ചിത്രം ഉൾപ്പെടെ 2 സിനിമകൾ മഞ്ജുവിൻ്റെതായി തമിഴിൽ ഒരുങ്ങുന്നുണ്ട്. തുനിവാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം. അജിത് നായകനായ സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു. എങ്കിലും മഞ്ജു വാര്യരുടെ പുതിയ മലയാളം സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ്. മഞ്ജുവിൻ്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരം നിന്ന് പോയതിനെക്കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി അരങ്ങേറിയത്. സിനിമകളിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത്. അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ മഞ്ജു 15 വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഈ നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരുന്നുണ്ട്. മഞ്ജു ഇന്ന് മലയാളത്തിൻ്റെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി അതിരുകൾക്കപ്പുറവും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും കൈ നിറയെ ചിത്രങ്ങളുമായി അഭിനയ ജീവിതം ആസ്വദിക്കുകയാണ് സ്വന്തം മഞ്ജു വാര്യർ.